നമ്മുടെ പ്രധാന താരം ഇന്ന് മനാഫാണ്. എന്റെ ഒപ്പം നമ്മുടെ ശരത്തേട്ടൻ, ഗീതമ്മ, പിന്നെ അതുപോലെ സൗപർണിക ഗ്രൂപ്പിന്റെ ഒഫീഷ്യൽസ് അടക്കമുള്ള എല്ലാവരും ഉണ്ട്. ശരത്തേട്ടാ, ഇന്ന് നമ്മുടെ താരം ഇദ്ദേഹമാണ്. ഓക്കെ. അപ്പൊ എനിക്ക് നിങ്ങൾ എല്ലാവരോടും ഒരു കാര്യം ചെയ്തു തരണം. നമ്മൾ അന്ന് ശരിക്കും ഒരു ഗിഫ്റ്റ് ക്യാഷ് ഗിഫ്റ്റാണ് കൊടുത്തിരുന്നത്. അത് നിങ്ങൾ രണ്ടാളൂടെ അല്ല, എല്ലാരും കൂടെ എനിക്ക് ഇദ്ദേഹത്തിന് ഒന്ന് കൈമാറി തരണം. മനാഫേ സാർ ഒന്ന് കൈയടിച്ചു കൊടുത്തേക്കാം അല്ലേ? പിന്നെന്താ, വളരെ സന്തോഷം. ആള് ഇവിടെ ക്രിയേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റിയല്ലേ, വളരെ ബ്രില്യൻസ്. താങ്ക് യു. വർണികയുടെ മുന്നോട്ടുള്ള എല്ലാ യാത്രയിലും ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് ഞാൻ താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ. എറണാകുളം കൊച്ചിയിൽ പോയിട്ട് ക്യാഷ് ചെക്ക് വാങ്ങുന്ന വീഡിയോ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണേ. എല്ലാവരും വിചാരിക്കേണ്ടത് എത്രയാണ് ഈ ക്യാഷ് ചെക്ക് എന്നുള്ളത്. അതിലൊരു ത്രില്ല് കിടക്കട്ടെ. കാശിന്റെ മൂല്യത്തിലല്ലല്ലോ, നമുക്കത് കിട്ടുന്നതിലല്ലേ അംഗീകാരം. ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഒരുപാട് ഗീവ് അവേ മണി ചലഞ്ച് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും എനിക്കൊരു ഗീവ് അവേ വിന്നർ ആവുന്നത് ആദ്യമായിട്ടാ. എറണാകുളത്ത് നിന്ന് വിളിക്കണമെന്നും ആ ഗീവ് അവേയിൽ നിങ്ങളാണ് വിന്നറെന്നും ആ ക്യാഷ് വാങ്ങിക്കാൻ എറണാകുളം വരണമെന്നും പറഞ്ഞപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ഇതൊരു സ്കാം കോളാണ് കേട്ടോ വിചാരിച്ചത്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസുകളല്ലേ ഉള്ളൂ. പിന്നീട് അവർ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ അത് ജെനുവിൻ കേസാണെന്നും അതേപോലെ എറണാകുളം എന്നല്ല കേരളം തന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന സൗപർണിക ബിൽഡേഴ്സ് ആണ് ഈ ഗീവ് അവേ വെച്ചതെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടാ. അന്ന് അവിടെ അവരെ പുതിയ ഫ്ലാറ്റിന്റെ ഭൂമി പൂജ ആയിരുന്നു കേട്ടോ. ഇതെങ്ങനെ കിട്ടിയെന്നാവും അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരാടിലൊരു കമന്റ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് നമ്പർ ചോദിച്ചു വന്നു. അത് കഴിഞ്ഞ ഉടനെ ഒരു കോളും വന്നു. എറണാകുളത്തും കോട്ടയത്തും കോഴിക്കോടൊക്കെ റിയൽ എസ്റ്റേറ്റിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഡിയർത്ത് റിലേറ്റേഴ്സ് LLP എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയും സൗപർണികയും സംയുക്തമായിട്ടാണ് ഈ ചലഞ്ച് വെച്ചത്. അതുപോലെ ഇനി ഒരുപാട് ഹൃദയത്തിൽ സ്പർശിച്ച ഒരു കാര്യം, പൊന്നാനിയിൽ നിന്ന് ഞാൻ എറണാകുളം വരുന്നു എന്ന് അറിഞ്ഞ നിമിഷം മുതൽ അവർ BM ആയിട്ട് വൈറ്റിലയിൽ കാത്തു നിൽക്കുകയും വളരെ സ്നേഹത്തോടെ എന്നെ അവിടുന്ന് കൊണ്ടുപോവുകയും ആ സമ്മാനദാനത്തിന് ശേഷം തിരിച്ച് യാത്ര അയക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ സ്നേഹനിർഭരമായ യാത്രയപ്പാട്ട് എനിക്ക് തന്നു. അതൊക്കെ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. ഏതായാലും ഈ എക്സ്പീരിയൻസ് എനിക്ക് വളരെ വലുതായിരുന്നു. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നടത്തുന്ന ഗീവ് ഒക്കെ സത്യസന്ധമായതാണ്. അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് ഇതുപോലെ നിങ്ങൾക്കും കിട്ടട്ടെ. അപ്പം എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നേർന്നുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കണം. ഓക്കെ, താങ്ക് യു, ബൈ.